ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂറോപ്പ ലീഗിൽ നടന്ന എസ് റോമ വേഴ്സ് പോർട്ടോ മത്സരം 3-2 എന്ന ഗോൾ സ്കോറിന് എസ് റോമ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എസ് റോമ കൊണ്ട് പെലിസി, പൗളോ ഡിബാല എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആദ്യം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് പോർട്ടോ ആയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും എസ് റോമയുടെ ഭാഗത്തു നിന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പൗളോ ഡിബാല എന്ന താരത്തിൽ നിന്നും ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമതും സ്കോർ ചെയ്തത് ഡിബാല തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു മത്സരത്തിൽ ഡിബാല പ്ലേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു 95% റോമ ഈ ഒരു മത്സരത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും വേറൊരു താരത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം മത്സരം അവസാനിക്കാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് അഗെയിൻ റോമ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തത്. ഡിഫെൻസീവിലേക്ക് വളരെ മോശമാണ്. പോർട്ടോ മാക്സിമം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അറ്റാക്കിങ്ങിൽ വരുന്ന സമയത്ത്, ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫിനിഷിങ്ങിൽ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ ഒരു മത്സരം തോറ്റതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. റോമയുടെ ആ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഡിഫെൻസീവിലായാലും വലിയ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് പരേഡസ് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ സോള ആയാലും സെക്കൻഡ് ഹാഫിലാണ് മാറ്റിയ സോള വന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡിബാലയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ ഈ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് ഒരിക്കലും യൂറോപ്പ ലീഗ് ട്രോഫി വിൻ ചെയ്യാൻ പറ്റുമെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് പൗളോ ഡിബാല. എനിക്ക് തോന്നുന്നു മെസ്സി എന്നുള്ളൊരു പ്ലെയർ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഡിബാല എന്ന ഒരു പ്ലെയർ നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം അണ്ടർ റേറ്റഡ് ആയി പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരുപാട് സിറ്റുവേഷനിൽ കോപ്പ അമേരിക്കയിലും അതുപോലെ ഫൈനലിസിമ മത്സരം, ഇറ്റലി ആയിട്ടുള്ള മത്സരങ്ങളിലും രണ്ട് പ്ലേയേഴ്സിനെയും ഒരുമിച്ച് കളിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ഗെയിം പ്ലേ കാണാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രണ്ട് ഡിബാല മെസ്സി ആ ഒരു കോംബോ കാണാൻ തന്നെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു. എന്ത് കൊണ്ടാണ് സ്കാലോനി ഇങ്ങനെ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറൊരു കാര്യം, ഡിബാല എന്നൊരു പ്ലെയർ യുവൻറ്റസിൽ തന്നെ തുടർന്ന് കളിക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ഒരു ബാലൻഡിയോറെങ്കിലും അർഹിച്ച ഒരു താരം തന്നെയാണ്. എനിക്ക് റൊണാൾഡോ വന്നതിന് ശേഷമാണ് ഡിബാലയുടെ ഗ്രാഫ് കുറച്ച് താഴ്ന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. റൊണാൾഡോ വന്നതിന് ശേഷം പിന്നെ പെനാൾട്ടി ആയാലും എല്ലാവരും ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം റൊണാൾഡോക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് യുവൻറ്റസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മാക്സിമം റൊണാൾഡോ സ്കോർ ചെയ്തു. ആ ഒരു സമയത്ത് ഡിബാല നല്ല രീതിയിൽ ഡൗൺ ആയി. നാഷണൽ ടീമിന് വലിയ രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല. പക്ഷേ പേഴ്സണലി ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു നല്ലൊരു ക്ലബിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ബയൺ മ്യൂണിക്ക്, അതുപോലെ ഇറ്റലി തന്നെ ഇന്റർ മിലാനിൽ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഡോട്ട്മണ്ടിൽ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് റോമ യൂസ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ചിലപ്പോൾ ഡിബാല ഒന്നും അല്ലാത്തൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിനാലുള്ള ഒരു പേര് അത് വേറെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം റോമയെ ചൂസ് ചെയ്തത്. പക്ഷെ റോമ കൊടുത്ത ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് മെസ്സിക്കും റൊണാൾഡോക്കും കിട്ടാത്ത ഒരു വെൽക്കമാണ് റോമയിലേക്ക് ഡ്യബാലയുടെ ഫസ്റ്റ് എൻട്രി. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എൻട്രി തന്നെ ആയിരുന്നു. എന്തായാലും ഡിബാല പഴയ ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം നാഷണൽ ടീമിലേക്കുള്ള കോൾ വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.